ഒരു കിടിലൻ ഫാം ഹൗസ് തന്നെയാണ് ഇവിടെ ഇല്ലത്. ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവനാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മ ഇപ്പോൾ ഉള്ളത് കടിമേനി, നമ്മളെ സ്വന്തം സ്ഥലത്താണ് ഉള്ളത്. അപ്പം നമ്മ ഇന്നൊരു ട്രിപ്പ് പോകാൻ പോയെന്ന് നമ്മൾ പോകുന്നത് ഹരിതീർത്ഥങ്കര വെള്ളച്ചാട്ടത്തിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഹരിതീർത്ഥങ്കര വെള്ളച്ചാട്ടത്തിൻ്റെയാണ്. അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഇതാണ്, വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഇതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ബോർഡുണ്ട്, നമുക്ക് പാർക്കിങ്ങിൻ്റെ അവിടെ. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അതിലെ കൂടെ ഇങ്ങോട്ട് വന്നിട്ടില്ല, വണ്ടിയുടെ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കുന്നു. ഇപ്പോൾ മൂന്നാൾ മുന്നിൽ പോയിട്ടുണ്ട്. ഇവിടെ താഴെ വലിയൊരു ഫാമുണ്ട്. ആട് നടന്നു പോകുന്നു. നമുക്ക് ദൂരത്തുനിന്ന് തന്നെ വെള്ളച്ചാട്ടത്തിന്റെ ഇത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ താഴേക്ക് ഇറങ്ങിപ്പോണം. അതാണ് വെള്ളച്ചാട്ടം. ഇതാണ് കേസ് ഇതിൻ്റെ കിടിലൻ വ്യൂ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല. ഇന്നിപ്പം തിരക്കൊന്നുമില്ല ഇവിടെ. സാധാരണ അവധി ദിവസങ്ങളിൽ നല്ല തിരക്കാണ് ഇവിടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല വിഷയം. അപ്പോൾ കിടിലനൊരു വെള്ളച്ചാട്ടം തന്നെയാണ് ഹരിതീർത്ഥങ്കര വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ശരിക്കും ഇത് കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ കാസർഗോഡ് കണ്ണൂർ ജില്ല ബോർഡറിലായിട്ടാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത്. അപ്പം ഇറങ്ങി പോകേണ്ടത് ഇതേപോലത്തെ ഒരു സ്റ്റെപ്പ് ഇറങ്ങണം. സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് അങ്ങോട്ട് പോകാൻ. ഇപ്പോൾ സൗണ്ട് എത്ര ക്ലിയർ ആകുന്നുണ്ടെന്ന് അറിയില്ല. അപ്പം നമുക്ക് താഴെ എത്തിയിട്ട് ബാക്കി കാണാം. അപ്പോൾ ഇതാണ് ഇറങ്ങിപ്പോകാനുള്ള സ്റ്റെപ്പ്. സൗണ്ട് കേൾക്കുന്നുണ്ടോ അറിയില്ല, ഭയങ്കര സൗണ്ടാണ് വെള്ളച്ചാട്ടത്തിന്റെ. ഇതാണ് നമ്മളെ ഹരിതീർത്ഥങ്കര വെള്ളച്ചാട്ടം. ഒരു രക്ഷയില്ല കേസ്. അപ്പൊ ഇതാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ എന്ന് പറയുന്നത്. താഴെ വന്നു കഴിഞ്ഞാല് അപ്പം വലിയ വെള്ളച്ചാട്ടം തന്നെയാണ് ഈ വെള്ളച്ചാട്ടം. അപ്പൊ ഈ വെള്ളച്ചാട്ടത്തിന്റെ സൈഡിലായിട്ടൊരു ഫാം ഹൗസ് ഉണ്ട് ഇവിടെ, ഹരിതീർത്ഥങ്കര ഫാം ഹൗസ്. നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. കാളയെല്ലാം ഉണ്ട് കേസ്. അപ്പം കാള, പശു, വെറൈറ്റി പശുവെല്ലാം ഉണ്ട്. ഒരു കിടിലൻ ഫാം ഹൗസ് തന്നെയാണ് ഇവിടെ ഉള്ളത് ഹരിതീർത്ഥങ്കരയിൽ. അപ്പോൾ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യാം.
അപ്പൊ ഇടം വരെ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങാതെ പോകുന്ന മോശമല്ല. അപ്പൊ ഇതെല്ലാം റെഡി ആവുന്നുണ്ട്. അപ്പൊ നമ്മ വെള്ളത്തിൽ ഇറങ്ങിയെന്ന് കേസ് വെള്ളത്തിൽ ഇറങ്ങുന്ന വീഡിയോ ആണ് ഇനി കാണാൻ പോകുന്നത്. അപ്പൊ നമ്മ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. നല്ല തണുപ്പുണ്ട് ഇടാ. അപ്പൊ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വരെ കേസ് രക്ഷയില്ലാത്ത വെള്ളച്ചാട്ടമാണ്. ഉണ്ണി എങ്ങനെയുണ്ടായി വെള്ളച്ചാട്ടം? ഇപ്പൊ കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത്ര നേരം ഇവിടെ ആരും ഉണ്ടായിട്ട് ഇപ്പം കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ദിവസങ്ങളിൽ വരാൻ നോക്കാം. അതായിരിക്കും കുറച്ചും കൂടി ആള് കുറവുണ്ടാവും. ശനി ഞായറെല്ലാം നല്ല തിരക്കാണ്. അതായത് അപ്പൊ ഒരു രക്ഷയില്ലാത്ത വെള്ളച്ചാട്ടമാണ് ഇടാം. അപ്പൊ എല്ലാരും വന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. നമ്മളിന്ന് പോരായിട്ട് അപ്പൊ എല്ലാരും വെള്ളത്തിൽ കിട്ടുന്നുണ്ട്. നമ്മളെപ്പുറം വന്നിട്ട് രാവിലെ മാത്രമല്ല വെള്ളത്തിൽ കിട്ടുന്നുണ്ട് കഴിച്ചു. രാവിലെ ആഴ്ചയിൽ 2 ദിവസം വെള്ളത്തിൽ ഇറങ്ങുന്നതെന്ന് അറിയില്ല. അപ്പൊ രാവിലെ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരെല്ലാം വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. അപ്പൊ ആൾക്കാരെണ്ണം കൂടി വരുന്നുണ്ട്. നമ്മളേതായാലും പോലായി കേസ്. നാളെ പനി പിടിക്കുമെന്ന് അറിയില്ല. ഞങ്ങൾ പുതിയൊരു വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. രാവിലെ ഇതാണ് വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മ പോലായി കേസ് വെള്ളത്തിലാ പോകുന്നു. വെള്ളത്തിൽ വീണാൽ മോണ്ടായപ്പോ ഇതല്ല ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവനാണ്. ഭാഗ്യത്തിന് രക്ഷപ്പെടുത്തു. അതായത് ഇപ്പുറത്തെ കരക്കെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പൊ വെള്ളച്ചാട്ടത്തിൽ നിന്ന് നമ്മ കോലായി കഴിയുന്നത്. അപ്പം ഇത് എങ്ങനെയുണ്ടായിരുന്നു വെള്ളച്ചാട്ടം? ഒരു രക്ഷയില്ല. എല്ലാരും വന്ന് വിസിറ്റ് ചെയ്യാം. ഹരിതീർത്ഥങ്കര വെള്ളച്ചാട്ടം. അപ്പം ഈ വെള്ളച്ചാട്ടത്തിന്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം വരുന്നവരെ നോക്കിയിട്ട് വരിക. നമ്മ പോവുകയും ചെയ്യും.
പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.